ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. എടാ മക്കളെ, സേ എക്സാം രജിസ്ട്രേഷനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്ന് 27/5/2025 ഇന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 29-ാം തീയതി സമയമുണ്ട്. പക്ഷേ 600 രൂപ എക്സ്ട്രാ ഫൈൻ ഉണ്ട്. അപ്പോൾ എന്തായാലും രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെല്ലാവരും മക്കളെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്യാത്തവർ 29-ാം തീയതി സമയമുണ്ട്, ചെയ്യുക. 600 രൂപയെ എക്സ്ട്രാ പോകത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഒരു വർഷം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ സേ എക്സാം. അപ്പം മക്കളെ, +2 മാത്സിൻ്റെ സേ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കളും ഇങ്ങോട്ട് വരിക, ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം ഒരു പ്ലാനിങ്ങും ഇല്ലാതിരിക്കുന്നവരായിരിക്കും നിങ്ങൾ. നിങ്ങൾ പല പല ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് കാണും, പല ട്യൂഷൻ സെൻറ്ററുകളിൽ ജോയിൻ ചെയ്ത് കാണും. കാരണം ഈ ഒരു മാസം നന്നായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്ത് കാണും എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അതെങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് കേട്ടോ. മക്കളെ, നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ +2 മാത്സ് സേ എന്നൊന്ന് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ക്ലാസ് പോലും നഷ്ടപ്പെടത്തില്ല. നല്ല കിടിലനായിട്ട് പഠിച്ചു പോവാം. ഓക്കെ മക്കളെ, ഈ മാത്സ് എക്സാം ജയിക്കാൻ എന്തെല്ലാം പഠിക്കണം, അതെങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്കളെ, നമ്മുടെ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള വെയിറ്റേജ് ആണ്. സെക്കൻഡ് ഇയർ പബ്ലിക് എക്സാമിന് വന്ന അതേ വെയിറ്റേജ് തന്നെയാണ് നിങ്ങളുടെ സേ എക്സാമിന് വരാൻ പോകുന്നത്. മക്കളെ, ഈ വെയിറ്റേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളുക നിങ്ങൾ. എന്നിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ പഠിക്കാൻ പറ്റും. പല കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ട്. കാരണം ജയിക്കേണ്ട കുട്ടികൾ, ഡബിൾ പാസ് വാങ്ങേണ്ടവർ, പിന്നെ നല്ലൊരു മാർക്കിലേക്ക് എത്തേണ്ടവർ എന്നൊക്കെ പറഞ്ഞ് പല കാറ്റഗറിയിലുള്ള കുട്ടികളുണ്ട്. മക്കളെ, നിങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ജയിക്കാൻ സാധിക്കാത്ത മക്കളെയാണ്. സോ അവർക്ക് എന്തായാലും ഒരു 36 മാർക്കിൽ കൂടുതൽ വാങ്ങുന്ന രീതിയിൽ എങ്ങനെ പഠിക്കാം. 36 മാർക്ക് എന്ന് പറയുമ്പോൾ +1ഉം +2ഉം കൂടെ ചേർത്ത് ഡബിൾ പാസ്. ഞാനങ്ങനെ പറയാനുള്ള കാരണം എൻ്റെ ബാച്ചിൽ 34, 33 മാർക്കൊക്കെ വരെ വേണ്ട കുട്ടികളുണ്ട്. സോ ഞാൻ 36 കൺസിഡർ ചെയ്യുന്നു. 36 മാർക്ക് എങ്ങനെ നമുക്ക് ഇതിൽ ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മക്കളെ, ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. 7 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 7 മാർക്ക്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 7, സെക്കൻഡ് ചാപ്റ്റർ 3, തേർഡ് ചാപ്റ്റർ 7, ഫോർത്ത് ചാപ്റ്റർ 6. ആദ്യത്തെ 4 ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കാം മക്കൾ. ആദ്യത്തെ 4 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക. പിന്നെയുള്ള 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കേണ്ട. 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ബാക്കിയുള്ള 5 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 5 തൊട്ട് 9 വരെയുള്ള 5 ചാപ്റ്റേഴ്സ് അത് നിങ്ങൾ പഠിക്കാതെ വിട്ടോ. പിന്നെയുള്ള 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം. അതിൽ നിന്ന് 7, 4, 6, 7. 7, 4, 6, 7. ഓക്കെ, ഇത്രയും മാർക്കുകളാണ് ഉള്ളത്. ഇനി നമുക്ക് ആ മാർക്കുകളൊന്ന് കൂട്ടി നോക്കാം. ഞാൻ പറയണം, നടുക്കത്തെ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കേണ്ട. കാരണം 36 മാർക്ക് കൂടുതൽ വാങ്ങണം, ഡബിൾ പാസ് വാങ്ങണം എന്ന ഉദ്ദേശമുള്ള കുട്ടികളുണ്ടെങ്കിൽ മക്കളെ, നടുക്കത്തെ 5 ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട. കാരണം നിങ്ങൾ പരാജയപ്പെട്ട വിദ്യാർത്ഥികളാണ്. എനിക്കറിയാം മക്കളെ, നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഇതൊക്കെ തലയിലേക്ക് കയറുമോ കയറാതിരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, നിങ്ങൾ ജയിക്കും. നിങ്ങൾക്ക് വേണ്ട 36 മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൽ നിന്ന് എത്ര മാർക്ക് കിട്ടും നോക്കട്ടെടാ. ഫസ്റ്റ് സെഷനിൽ നിന്ന് 7, 3, 10, 7, 17, 6, 23 മാർക്ക് ഇവിടുന്ന് കിട്ടും. ലാസ്റ്റ് സെഷനിൽ നിന്ന് 7, 4, 11, 6, 17, 24. ഓക്കെ, 7, 3, 10, 17, 6, 23, 6, 4, 10, 17, 24. അപ്പോൾ എത്രയായി? 23ഉം 24 മാർക്കോടെ കൂട്ടുമ്പോൾ ടോട്ടൽ 47 മാർക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. മക്കളെ, ആദ്യത്തെ 4ഉം ലാസ്റ്റത്തെ 4ഉം പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത് 47 മാർക്ക്. 47 മാർക്ക് കിട്ടുമെന്നല്ല, 47 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. സോ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പഠിക്കണമെന്നുള്ളത്. അപ്പോൾ 47 മാർക്കിൻ്റെ സംഭവം ഇതിൻ്റെ അകത്തുണ്ടല്ലോ. അതിൻ്റെ അകത്ത് 36 മാർക്കിൻ്റെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റത്തില്ലേ? അതിനുള്ള കോൺഫിഡൻസ് ഇല്ലേ? നന്നായിട്ട് ആദ്യത്തെ 4 ചാപ്റ്ററും ലാസ്റ്റത്തെ 4 ചാപ്റ്ററും പഠിച്ച് തീർത്തതിന് ശേഷം പിന്നെ സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 5ാമത്തെ ചാപ്റ്റർ, അതിൻ്റെ അകത്ത് കണ്ടിന്യൂറ്റി വളരെ എളുപ്പമുള്ളൊരു പോർഷനാണ്. അത് വേണം നിങ്ങൾക്ക് പഠിക്കാം. ഡിഫറൻസിയേഷനിലേക്ക് കടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ. 8ാമത്തെ ചാപ്റ്റർ സിമ്പിളാണ്. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 9ാം ചാപ്റ്ററിനകത്ത് നിന്ന് 1 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇതൊക്കെ എനിക്കറിയാം. ഏതൊക്കെ ക്വസ്റ്റ്യൻ വരും, എങ്ങനെ പഠിച്ചാൽ, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ പഠിപ്പിക്കും ഞാൻ. ഓക്കെ,
അപ്പോൾ ഈ 47 മാർക്കിൽ നിന്ന് 36 മാർക്ക് നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും സുഖമായിട്ട് കിട്ടും. ഇനി ഇതെങ്ങനെ പഠിക്കണം? മക്കളെ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക. പുതിയൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. അത് എവിടെയെങ്കിലും ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്തോ, ട്യൂഷൻ സെൻറ്ററിൽ പോയോ, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മാർക്ക് നേടി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയോ പഠിക്കാം നിങ്ങൾക്ക്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഒരാളുടെ സഹായത്തോടെ വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് പഠിക്കാം. ഞാനിപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ചായിട്ട് ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. എൻ്റെ ബാച്ചിലെ മക്കൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടും അവരുടെ ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടംപോലെ കുട്ടികൾക്ക് ഞാൻ തന്നെയാണ് അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. സോ അതിൻ്റെയൊക്കെ തിരക്കുള്ളതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ കൂടുതലായിട്ട് അങ്ങ് വരാത്തത്. അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ യൂട്യൂബിൽ പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ഇട്ട് വരാം. മക്കളെ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് കിഡിലിനായിട്ട് പഠിച്ച് ഇത്തവണ നല്ല മാർക്ക് വാങ്ങാം. മക്കളെ ഞാൻ 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തെ പാർട്ട് 1ഉം പാർട്ട് 3യും നിങ്ങൾ പഠിച്ചാൽ മതി. പാർട്ട് 2 നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങേണ്ടത് മക്കളെ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എത്ര മാർക്കാണ്? 7 മാർക്ക് അല്ലേ? യെസ്. അല്ല 7 മാർക്ക്. മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ ആദ്യം പഠിച്ച് തീർക്കുക. നമ്മുടെ ബാച്ചിൽ മെട്രിസസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഏകദേശം ഇന്നത്തെ കൊണ്ട് അവസാനിക്കാറായി നിൽക്കുവാണ് മെട്രിസസ്. റെക്കോർഡ് ക്ലാസ് ആണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന മക്കൾക്കും ആ ക്ലാസ് കിട്ടും. സുഖമായിട്ട് പഠിച്ച് തീർക്കാം. അപ്പോൾ 7 മാർക്ക് ഏകദേശം എൻ്റെ ഇപ്പോഴത്തെ ബാച്ചിലെ കുട്ടികൾക്ക് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് 7 മാർക്കിൻ്റെ ഈ മെട്രിസസ് ആണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് 6 മാർക്ക്. 7ഉം 6ഉം 13 മാർക്കാണ് മക്കളെ. ഈ 2 ചാപ്റ്റർ പഠിച്ച് തീർത്തതിന് ശേഷം വേറെ ചാപ്റ്റർ പഠിക്കാവുള്ളൂ. അപ്പോൾ 7ഉം 6ഉം 13 മാർക്കായി നിങ്ങളുടെ കയ്യിൽ. പറയണ മനസ്സിലാണ്ടല്ലോ. ഇങ്ങനെ തന്നെയാണ് ഞാൻ ബാച്ചിലും പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഓക്കെ. 13 മാർക്ക് സെറ്റായ ശേഷം ഇനി നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് അടുത്ത 2 ചാപ്റ്റർ ഉണ്ട്. അതിപ്പോൾ പഠിക്കണ്ട. നിങ്ങളിനി തേർഡ് പാർട്ടിലേക്ക് കിടക്കുക. തേർഡ് പാർട്ടിൽ കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പം ഇതാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഗ്രാഫിൻ്റെ ഒരു ചാപ്റ്റർ 6 മാർക്കാണ്. ഇപ്പോൾ എത്രയായി? 7ഉം 6ഉം 13ഉം 6ഉം 19 മാർക്കായി. ഈ 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ജയിക്കാനുള്ളതായില്ലേ? ആ 3 മാർക്ക് ആ 3 ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നമുക്കറിയാം. നമുക്ക് പഠിക്കാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് 2 എസ്സേ ക്വസ്റ്റ്യൻ ആണ് 6 മാർക്കും 6 മാർക്കും. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും 12. പിന്നെ മെട്രിസസിൽ നിന്ന് 7 മാർക്ക് 19 മാർക്കായി. 3 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾ ജയിക്കും. +2 പാസ് മാർക്ക് 18 ആണ്. സോ 19 മാർക്ക് അവിടെയായി. ഇനി നിങ്ങൾ പഠിക്കേണ്ട വെക്ടർ അൽജീബ്ര എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ്. അതിന് 7ഉം പിന്നെ 3Dയും 4 അല്ലേടാ? 7ഉം 4ഉം യെസ്. അപ്പോൾ എത്രയാണ്? 19 മാർക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. 19ഉം 7ഉം 26ഉം 4ഉം 30 മാർക്ക് അപ്പം തന്നെ കിട്ടി. 30 മാർക്ക് അവിടെ സെറ്റായി നിങ്ങൾക്ക് സമാധാനിക്കാം. ഇനി ഞാൻ പറയണേക്ക് ഒരു 6 മാർക്ക് കൂടെ കിട്ടിയ ഡബിൾ പാസ് ആകും അല്ലേ? 30 മാർക്ക് ഉറപ്പായിട്ട് എവിടെയും പോകുന്നില്ല. കാരണം അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൻ്റെ അകത്ത് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് 30 മാർക്കല്ല ഇനിയും പഠിക്കണം നിങ്ങൾ. പിന്നീട് നിങ്ങൾ പഠിക്കേണ്ടത് മക്കളെ പ്രോബബിലിറ്റിയാണ്. നല്ല രസമാണ്. അതിൻ്റെ അകത്ത് ബേസ് തിയറം അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാം. 7 മാർക്ക് അതും കൂടെ പഠിച്ചു കഴിയുമ്പോൾ 37 മാർക്കായി നിങ്ങളുടെ കയ്യിൽ. ഇത്രയും ചാപ്റ്റേഴ്സാണ് ഏറ്റവും എളുപ്പം പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത്. നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്നത് ഇത്രയും ചാപ്റ്റേഴ്സാണ്. 37 മാർക്കിൻ്റെ ആയി. പക്ഷേ അവിടെ കൊണ്ട് നിർത്തണ്ട. ഇനി നമുക്ക് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ഈ ചാപ്റ്ററാണ്. 37 7ഉം 44. പക്ഷേ ഇതിൻ്റെ അകത്ത് റിലേഷൻ ഫംഗ്ഷൻ 7 മാർക്കും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് കുട്ടികൾക്ക് അത് എത്ര പഠിച്ചാലും തലയിൽ കയറത്തില്ല. എത്ര ബേസിക്കായിട്ട് പറഞ്ഞു കൊടുത്താലും തലയിൽ കയറത്തില്ല. അത് മാത്രമല്ല അതിനകത്ത് ക്വസ്റ്റ്യൻ എന്ത് വേണമെന്ന് ചോദിക്കാം. ഒരു ഇന്ന ചോദ്യം വരുമെന്ന് നേരത്തെയൊക്കെ പറയായിരുന്നു. പക്ഷേ പാറ്റേണൊക്കെ മാറിയുണ്ട്. എന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. എങ്കിലും അത് ഏകദേശം അറ്റൻഡ് ചെയ്യുകയും കുറച്ചൊക്കെ എഴുതുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 മാർക്കെങ്കിലും അതിനകത്ത് കിട്ടത്തില്ലേ? 37 37 4 41 കൂട്ടാം. പിന്നെ ഈ ഇൻവേഴ്സ് ഇഗ്നോമെട്രി അതും ഇച്ചിരി ടഫായിട്ട് നിങ്ങൾക്ക് വിചാരിക്കുന്നൊരു ചാപ്റ്ററാണ്. പക്ഷേ അതിനകത്ത് നിന്ന് ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതും പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പഠിപ്പിക്കും. അപ്പം 4 മാർക്കാണ്. അതിൻ്റെ അകത്തൊരു 3 മാർക്കോ 2 മാർക്കോ നമുക്ക് കൂട്ടാം. എങ്കിലും 40ന് മുകളിലായി. 40ന് മുകളിലായി നിങ്ങളുടെ മാർക്ക്. പക്ഷേ ഇവിടം കൊണ്ട് ഞാൻ നിർത്തത്തില്ല. ഇവിടം കൊണ്ട് നിങ്ങൾ നിർത്തരുത്. ഇപ്പം ഏകദേശം നമുക്കൊരു ടച്ച് ചെയ്ത് വന്ന് കാണും. 2 ആഴ്ച പോലും വേണ്ട കേട്ടോ പഠിച്ചു തീർക്കാൻ. പിന്നെ നമ്മൾ ഇതിലേക്കൊന്നും പഠിക്കത്തില്ല. നിങ്ങൾ ഇനി പഠിക്കേണ്ടത് കണ്ടിന്യൂറ്റി ഒന്ന് ജസ്റ്റ് നോക്കുക പറ്റുമോയെന്ന്. കണ്ടിന്യൂറ്റിക്കകത്ത് നിന്ന് ഏകദേശം ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും.
സോ അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂറ്റി വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. കണ്ടിന്യൂറ്റി പറ്റുമെങ്കിൽ പഠിക്കാൻ നോക്കുക, ഒരു ബോണസാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിന്ന് 4 മാർക്കാണോ 3 മാർക്കാണോ? ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിന്ന് 4 മാർക്ക്. അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനകത്ത് 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 1 മാർക്ക്. ചോദിക്കാൻ പോണ ചോദ്യം ഓർഡർ ഡിഗ്രി ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ 1 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും. ഇത്ര സംഭവം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് കൂട്ടി നോക്കാം എത്ര കിട്ടുമെന്ന്. 7ഉം 4ഉം 11ഉം 6ഉം 17ഉം 7ഉം 24. 24ഉം 7ഉം 31, 35, 42, 48. 48 ആയോടാ? 7ഉം 4ഉം 11, 18, 6, 24, 24, 28, 35, 41, 48 ആയോ? പിന്നെ എങ്ങനെ നമുക്ക് ഇവിടെ എങ്ങനെ വന്നു? 7, 7. ഓ, ഇതിൽ നിന്ന് 3 മാർക്കേ ഉള്ളൂ. സോറി, ഇതിൽ നിന്ന് 3 മാർക്കേ ഉള്ളൂ. ഇപ്പം 47. 47 മാർക്കായി. പിന്നെ നമുക്ക് 47 3 50, 54 1 55. മക്കളെ 55 മാർക്കിനുള്ള സംഭവങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. എക്സാം എത്രയില്ല? 60ൽ. 60ൽ 55 മാർക്കിൻ്റെ സംഭവങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. പക്ഷേ എക്സാം 60ലാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കുള്ള എത്ര മാർക്കിനാണ്? 80 മാർക്കിനുണ്ട് ക്വസ്റ്റ്യൻസ് 80 മാർക്കിനുണ്ട്. ഓർ ക്വസ്റ്റ്യനോട് കൂട്ടിയാണേ. അതിനകത്ത് 55 മാർക്കിനുള്ളതാണ് നിങ്ങൾ പഠിച്ചിട്ട് പോകുന്നത്. അപ്പോൾ 60ൽ 55 മാർക്ക് വേണ്ട, 55 മാർക്കിൻ്റെ പഠിച്ചിട്ട് പോവുക. 2 ആഴ്ച മതി ഇത് പഠിക്കാൻ. 55 മാർക്കിൻ്റെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ 36 മാർക്ക് കൂടുതൽ കിട്ടത്തില്ലേ? ഒരു കോൺഫിഡൻസ് ആയില്ലേ? ചിലപ്പോൾ 45ലും മുകളിൽ നിങ്ങൾക്ക് കിട്ടാം. ഇപ്പോൾ ഞാൻ പറയണതൊക്കെ ഒരു 2 മാർക്കും 3 മാർക്കും കിട്ടിയ കുട്ടികൾ എങ്ങനെയാണ് 40 മാർക്കിന് മുകളിൽ കിട്ടുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതില്ലേ. അവരുടെ ആ ഒരു എന്താണ്, എങ്ങനെയാണ് അവർ പഠിച്ചതെന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികൾ പഠിച്ചിരുന്നത് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നതും 4 മാർക്കും 2 മാർക്കും 9 മാർക്കും 5 മാർക്കും കിട്ടിയ കുട്ടികൾ 40ന് മുകളിലേക്ക് സ്കോർ ചെയ്യാനുള്ള കാരണവും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇത് ഞാൻ പഠിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുവാണ് മക്കളെ. കാരണം നിങ്ങൾ എൻ്റെ അടുത്ത് പഠിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ എവിടെ ചെന്ന് പഠിക്കുവാണെങ്കിലും ഈ ഓർഡർ പഠിച്ച് നിങ്ങളുടെ മനസ്സിൽ അടുങ്ങി കിടക്കും. എനിക്കറിയാം നിങ്ങൾ എങ്ങനെ പഠിപ്പിച്ചാലാണ് തലയിൽ കയറുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ടുകൾ, എത്രത്തോളം ബേസിക് ലെവലിൽ നിങ്ങളെ പഠിപ്പിക്കണം, ഇതെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു പ്ലാനിങ് ആണ് ഏതൊക്കെ ഓർഡറിൽ പോകണം. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ കയറും, തലേന്ന് പോകത്തില്ല. ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യം മക്കളെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന PYQ ക്വസ്റ്റ്യൻ എടുക്കും, ചെയ്യാൻ നോക്കും, പറ്റത്തില്ല. പിന്നെയും ചെയ്യാൻ നോക്കും, പറ്റത്തില്ല. യൂട്യൂബിൽ അതിൻ്റെ ക്ലാസ് നോക്കും, എന്നിട്ട് അത് ചുമ്മാ അങ്ങ് പഠിച്ചു വയ്ക്കും കാണാതെ. ഒരു കാര്യം ഉണ്ടാകത്തില്ല. കാരണം അത് തന്നെ വന്നൊന്നും ഒരു നിർബന്ധമില്ല, മാറ്റി ചോദിക്കാം. അപ്പോൾ മാറ്റി ചോദിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ആ കൺസെപ്റ്റ് അറിയുക എന്നുള്ള പരിപാടിയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലെ മക്കൾ, ഞാൻ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കൾ ചോദിക്കുവാണ്, സാറേ ഇത് എല്ലാം പഠിക്കേണ്ട കാര്യമുണ്ടോ? കാരണം അവർക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുക. തുടക്കം മെട്രിക്സ് ഒക്കെ ഭയങ്കര സിമ്പിളല്ലേടാ. അതിങ്ങനെ പഠിച്ചു വരുമ്പോൾ ചോദിക്കുവാണ്, സാറേ 20 മാർക്ക് മതി എനിക്ക്, അതിനുള്ള പഠിപ്പിച്ച് തരുമോ? 18 മാർക്ക് മതി, അതിനുള്ള പഠിപ്പിച്ച് തരുമോ? പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലടാ. കൺസെപ്റ്റ് പഠിക്കണം. അപ്പോൾ നമ്മൾ മെട്രിക്സ് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് 7 മാർക്ക് ഉറപ്പിക്കാം. അങ്ങനെ നന്നായിട്ട് പഠിക്കാനുള്ള സമയം നമുക്കുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 1, 2, 3 വീഡിയോസ് ആയിരിക്കും മാക്സിമം ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ ആ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കാണുക, നോട്ട് എഴുതിയെടുക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ക്ലിയർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പടിപടിയായിട്ട് പഠിച്ചു പോവും. കിടിലനായിട്ട് പഠിച്ചു പോകാം മക്കളെ. മാക്സിമം എഫേർട്ട് ഇടുക. ഒരേ ഒരു മാസം, വളരെ കുറച്ച് ദിവസം, വിരലിൽ എണ്ണാവുന്ന വളരെ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മുന്നിലുള്ളൂ. നിങ്ങൾ ഒരു വർഷം പഠിച്ച സിലബസുകളാണ് ഇനി കുറച്ച് ദിവസം കൊണ്ട് പഠിക്കാനുള്ളത്. മക്കളെ നന്നായിട്ട് പഠിക്കുക, മാക്സിമം എഫേർട്ട് ഇടുക, ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക. ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒക്കെ ഉപയോഗം കുറച്ച് കുറയ്ക്കുക. മാക്സിമം ക്ലാസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറയണത് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ലാഭിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ജൂൺ 23, 24, 25 തീയതിയാണ് നമ്മുടെ മാത്സ് എക്സാം. ആ ഒരു ദിവസം മാത്രം, ആ ഒരു ദിവസം വരെ മാത്രം ഒന്ന് കഷ്ടപ്പെടുക, ബാക്കിയെല്ലാം മാറ്റിവെച്ച്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾക്ക് ലാഭിക്കാം. അത് മനസ്സിലിടുക. നമ്മുടെ പേരൻസിനെയൊക്കെ അഭിമാനത്തോടെ നമുക്ക് തല ഉയർത്തി നടത്തണമെങ്കിൽ നമ്മൾ ജയിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക, നന്നായിട്ട് ജയിക്കാൻ പറ്റും കേട്ടോ. എൻ്റെ എല്ലാ മക്കൾക്കും നല്ലൊരു മാർക്ക് കിട്ടട്ടെ. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ താഴത്ത് ഉടനെ തന്നെ മക്കളെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, ജോയിൻ ചെയ്യുക. ഓക്കെ, കിടിലൻ ക്ലാസ്സുകളായിരിക്കും. നന്നായിട്ട് പഠിച്ച് മുന്നേറാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.